ട്രംപിന് കനത്ത തിരിച്ചടിയാണ് എല്ലാ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ ട്രംപ് താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പണപ്പെരുപ്പം ഉണ്ടാകാൻ പോകുന്നത് അമേരിക്കയിലായിരിക്കും എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ലാപ്മോവ് അടക്കമുള്ള കനേഡിയൻ വ്യാപാരികളടക്കം രംഗത്തെത്തി. $50 ബില്യൺ ശതകോടീശ്വരന്മാരുടെ ട്രംപിൻ്റെ ഈ നയങ്ങൾ മൂലം, അല്ലെങ്കിൽ ഈ മണ്ടൻ നയങ്ങൾ മൂലം അവർക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ബ്രസീലിയൻ ഭരണാധികാരിയുടെ അടുക്കൽ നിന്നാണ്. ബ്രസീലിയൻ ഭരണാധികാരിയായിട്ടുള്ള ലുല ഡി സിൽവ, ബ്രസീലുമായി ഇന്ത്യ ശക്തമായിട്ടുള്ള ഒരു ബന്ധമാണ് ഇപ്പോൾ പുലർത്തുന്നത്. പോരാത്തതിന് റഷ്യയിൽ നിന്ന് നാളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എണ്ണ വാങ്ങാൻ കഴിയാത്തൊരു അവസരം ഉണ്ടായാൽ, അതായത് റഷ്യ യുദ്ധത്തിൽ കുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ എണ്ണ വാങ്ങാനൊരു അവസരം ഉണ്ടാകില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്രസീൽ നമുക്ക് എണ്ണ തരാം എന്ന റിപ്പോർട്ടുകളുണ്ട്. ആ കരാറെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ബ്രിക്സിൽ ബ്രസീലുണ്ട്. നരേന്ദ്രമോദി അടക്കം ബ്രസീലിന് ശക്തമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ബ്രിക്സിലുള്ള ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമാണ് ബ്രസീൽ എന്ന് പറയുന്നത്. അതായത് വലിയ സൂപ്പർ പവർ ഒന്നുമല്ല. ബ്രിക്സിലുള്ളതിൽ റഷ്യ, ചൈന, ഇന്ത്യ ഇതെല്ലാം തന്നെ സൂപ്പർ പവറുകളാണ്. സൂപ്പർ പവർ ആവാൻ കെൽപ്പുള്ള രാജ്യമാണ് ഇന്ത്യ. ഒരു ഡെവലപ്പിംഗ് നേഷൻ ആണെങ്കിൽ പോലും നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ പവറിന് അനുസൃതമായിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ ബ്രസീൽ എന്ന് പറയുന്ന രാജ്യം പോലും ഇപ്പോൾ ട്രംപിനെ എതിർക്കുകയാണ്. ഇപ്പോൾ ലുല ഡി സിൽവ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് ടൈം ഫോർ ദ വേൾഡ് ടു മൂവ് away from using the US dollar in international trade. അതായത് ട്രംപിൻ്റെ തലക്കടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ലുല ഡി സിൽവ പറഞ്ഞിരിക്കുന്നത് ഇന്റർനാഷണൽ ട്രേഡിൽ നിന്ന് US ഡോളറിനെ നീക്കം ചെയ്യാനുള്ള സമയം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പ്രധാനമായും ഇതിൻ്റെ ഒരു ശക്തി അദ്ദേഹത്തിന് ലഭിച്ചത് ഇന്ത്യയുടെ കയ്യിൽ നിന്നായിരിക്കണം. കാരണം ബ്രസീൽ ഇന്ത്യക്ക് എണ്ണ തരുമ്പോൾ ഇന്ത്യ ആ എണ്ണ മേടിക്കുന്നത് നമ്മുടെ പൈസയിലായിരിക്കും, അതായത് റുപ്പിയിലായിരിക്കും അത് മേടിക്കാനായിട്ട് പോകുന്നത്. ഇത് തുടങ്ങി വെച്ചതും ഇന്ത്യ തന്നെയാണ്. ആദ്യമായിട്ട് റഷ്യയുടെ കയ്യിൽ നിന്നും ഡോളറിലല്ലാതെ റഷ്യൻ റൂബിളിലും നമ്മുടെ രൂപയിലും കച്ചവടം ആരംഭിച്ച് നമ്മളാണ്. പുറകെയാണ് സൗദി അറേബ്യയും ചൈനയും എല്ലാം വന്ന് അതിൽ അണിചേരുന്നത്. ഇപ്പോഴിത് ബ്രസീലും ആ പാത സ്വീകരിക്കാൻ പോകുന്നു. ഇത് ട്രംപിന് വലിയ തിരിച്ചടിയാണ്. വരുന്ന ദിവസങ്ങളിൽ ട്രംപ് കൂടുതൽ കോമാളിത്തരങ്ങളും കോലാഹലവും ഉണ്ടാക്കാനുള്ള സാധ്യതയ്ക്കുള്ള ഒരു വകുപ്പാണ് ഇപ്പോൾ ബ്രസീലിലെ പ്രസിഡന്റായിട്ടുള്ള ലുല ഡി സിൽവ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ബ്രിക്സിൽ വലിയ രീതിയിലുള്ള ഒരു ഉണർവ് ഉണ്ടായിട്ടുണ്ട്. ആ ഉണർവിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനകളെല്ലാം ഇപ്പോൾ ബ്രസീലിയൻ പ്രസിഡന്റ് നടത്തുന്നത്. ഇനി നാളെ ഒരു സമയത്ത് ബ്രസീലിൽ അമേരിക്ക പറയുകയാണ് ബ്രസീൽ അമേരിക്കയിൽ കച്ചവടം നടത്തണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബ്രസീലിന് സുഖമായി 145 കോടിയുള്ള വലിയൊരു മാർക്കറ്റായിട്ടുള്ള ഇന്ത്യ നരേന്ദ്രമോദി തുറന്നിട്ട് കൊടുക്കുമെന്ന ശക്തമായിട്ടുള്ള ഒരു വിശ്വാസവും ബ്രസീലിനുണ്ട്. അത് കൊടുക്കാൻ മോദിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവന ബ്രസീൽ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.